നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. 5.5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പെൻഷൻകാരുടെയും പ്രശ്നങ്ങൾ ഒന്നൊന്നായി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡിയർനെസ് അലവൻസ്, അതായത് DA ക്ഷാമബത്ത, പിന്നെ അത് കഴിഞ്ഞിട്ട് ലീവ് സറണ്ടർ, പങ്കാളിത്ത പെൻഷൻ, പിന്നെ അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നടക്കുന്ന അഴിമതികൾ, അശാസ്ത്രീയമായ കാര്യങ്ങൾ, നിസ്സംഗത, സിസ്റ്റത്തിൻ്റെ ഫെയിലുവർ. അത് കേന്ദ്രമായാലും കേരളമായാലും ഏത് ഗവൺമെൻറ് ആയാലും നമ്മൾ ഈ വിഷയങ്ങൾ നമ്മളെ കിട്ടുന്നതിനനുസരിച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാര്യം നമുക്ക് കിട്ടുന്ന വിഷയങ്ങളെ നമ്മുടെ ടീം ഒന്ന് ഹോംവർക്ക് ചെയ്യുകയും അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ഇതിനകത്തേക്ക് വരുന്നത്. DA സംബന്ധിച്ച് തന്നെ പുതിയ വിവരങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയാണ് ധാരാളമായി ഈ ചാനൽ കാണുന്നതും ഈ DA വിഷയങ്ങളെ കാണുന്നത്. ഞങ്ങൾക്ക് ആവശ്യമായ സംഭാവനകൾ അയച്ചു തരിക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, പരാതികൾ, ആവലാതികളൊക്കെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരിക. 2 നമ്പർ അതിനകത്ത് വെക്കുന്നുണ്ട്. അതിൽ 1 നമ്പർ ഗൂഗിൾ പേ ആണ്. എന്തായാലും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനലെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ DAയുടെ മറ്റൊരു വിശേഷത്തിലേക്ക് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് DA കൊടുക്കാതിരുന്നിട്ടും മുൻനിര സർവീസ് സംഘടനകൾ, പ്രത്യേകിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ KGOA, NGO യൂണിയൻ, അതുപോലെ തന്നെ CPIയുടെ സർവീസ് സംഘടനകൾ, പിന്നെ ജനതാദൾ, അതൊക്കെ ചെറിയ സംഘടനകളാണ്, എന്നാലും ഭരണകക്ഷ സംഘടനകൾ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല? ഇതൊരു വലിയ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് KGOയുടെയും NGO യൂണിയൻ്റെയും വിരമിച്ച വലിയ നേതാക്കൾ, ചെറിയ നേതാക്കളല്ല, വിരമിച്ച വലിയ നേതാക്കൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, ഒരു ജില്ലാ നേതാക്കൾ വരെ ഉള്ളവർ എല്ലാവരും വിരമിച്ചതിന് ശേഷം നിരവധി മിഷനുകളിൽ കയറി ജോലി ചെയ്യുന്നുണ്ട്. അവർ ഹരിത കേരള മിഷനിലുണ്ട്, പലരുമുണ്ട്, ശുചിത്വ മിഷനിലുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ IKMലുണ്ട്, ഇൻഫർമേഷൻ കേരള മിഷനിലുണ്ട്, തുടങ്ങി നിരവധി പദ്ധതികളിൽ പിന്നെ വിമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും എവിടെയെല്ലാം കൺസൾട്ടൻ്റുമാരെ വയ്ക്കാൻ പറ്റുമോ, എവിടെയെല്ലാം കരാർ ഉദ്യോഗസ്ഥരെ വയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഇവരുടെ സാന്നിധ്യമുണ്ട്. കുറച്ച് പേർ മന്ത്രിമാരുടെ PAമാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മന്ത്രിമാരുടെ കൂടെയുണ്ട്, കുറേ പേർ MLAമാരുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ പിന്നെ കുറച്ച് പേരുണ്ട് ജില്ലാ തലത്തിലൊക്കെ നിൽക്കുന്നവർ കിലയുടെ എക്സ്റ്റൻഷൻ ഫാക്കൽറ്റിയാണ്, അതുപോലെ തന്നെ SIRDയുടെ ഫാക്കൽറ്റിയാണ്, അല്ലെങ്കിൽ IMGയിലെ ഫാക്കൽറ്റിയാണ്, അല്ലെങ്കിൽ പിന്നെ ജനകീയാസൂത്രണ കോർഡിനേറ്ററാണ്, തൊഴിലുറപ്പിൻ്റെ കോർഡിനേറ്ററാണ്. എന്തെങ്കിലും പദ്ധതികളിൽ ഈ പറയുന്ന സർവീസ് സംഘടനകളുടെ നേതാക്കളുണ്ട്. അപ്പോൾ അവർ കൊടുക്കുന്ന സന്ദേശം, അവർക്കൊരു ഗവൺമെൻറ്റിനെതിരെ സമരം അവർ സമ്മതിക്കത്തില്ല. അവർ നന്നായിട്ട് റെസിസ്റ്റ് ചെയ്യും, നന്നായി സ്വാധീനിക്കും. നമ്മളിപ്പോൾ വാങ്ങിച്ചു തരാൻ, നിങ്ങളൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് സ്വാധീനിക്കും. രണ്ടാമത് പിന്നാലെ വരുന്ന മുമ്പേ ഗമിക്കും ഗോക്കൾക്ക് പിന്നാലെ വരും ബഹുഗോക്കൾ എന്നാണല്ലോ നമ്മുടെ ചരിത്രം. അപ്പം മുമ്പേ പോകുന്ന നേതാക്കളെ പിൻപറ്റി നമ്മളും മിണ്ടാതിരുന്നാൽ, നമ്മൾ കാര്യമായി സമരം ചെയ്താൽ നമുക്ക് ഈ പോസ്റ്റ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ നമുക്ക് ഈ വീണ്ടും അടുത്ത പോസ്റ്റിലേക്ക് കയറാം എന്ന് പറഞ്ഞ് ക്യൂവിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സർവീസ് സംഘടനകളൊക്കെ ക്യൂവിൽ നിൽക്കുന്നു. ഇനി പ്രതിപക്ഷ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയൊന്നും സമരം ചെയ്തുള്ള പരിചയമില്ല. അവർ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് സമീപിച്ച് സെക്രട്ടേറിയറ്റിലൊക്കെ പോയി വലിയ സമരമൊന്നും ചെയ്തുള്ള പാരമ്പര്യമില്ല. അവർക്കതിൽ കഴിയുകയില്ല. അവർ വല്ല കരുദിനം ആചരിക്കുക, ബാഡ്ജ് കുത്തുക, കുഞ്ഞു കാര്യങ്ങൾ മാത്രം ചെയ്തു പോകുന്ന സർവീസ് സംഘടനകളാണ്. അത് വളരെ കുറച്ച് പേരേ ഉള്ളൂല്ലോ, അത് ഒരുപാട് ആളുകളില്ലല്ലോ. കൂടുതലും ഭരണകക്ഷിയിലുള്ളവരാണ്. അവർ ഒരു കാരണവശാലും സമരം ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ തന്നെ DA കൊടുക്കണ്ട എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. DA കിട്ടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വേറെ കുറേ അജണ്ടകളുമുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോകളിൽ ചെയ്യും. എന്തുകൊണ്ട് നമുക്ക് DA കൊടുക്കുന്നില്ല? 8 പ്രാവശ്യമാണ്, 9 പ്രാവശ്യമൊക്കെയാണ് DA ഇവിടെ തടസ്സപ്പെട്ടിരിക്കുന്നത്. DA അപ്പോൾ കൊടുത്തില്ലെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അപ്പോൾ കിട്ടി, ആ കാലഘട്ടത്തിൽ ക്ഷാമത്തെ മാറ്റാനാണ് DA. ആ കാലഘട്ടത്തിൽ കിട്ടിയില്ലെങ്കിൽ എന്തിനാണ് പിന്നെ DA കിട്ടിയിട്ട് എന്താ കാര്യം? ഇന്നലെ പട്ടിണി കിടന്നു, ഇന്ന് പട്ടിണി കിടക്കുന്നു, ഉച്ചയ്ക്ക് പട്ടിണി, അപ്പോൾ ഭക്ഷണമില്ല, രാത്രി പിന്നെ ബിരിയാണി കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് DA സംബന്ധിച്ച് വളരെ ഗൗരവതരമായ വിഷയമാണുള്ളത്. ഞാനിത് ഗുരുതരമായ ആരോപണമായിട്ടൊന്നും വയ്ക്കുന്നതല്ല. DA എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് സുഭാഷിതം ചാനലിനെ സമീപിച്ചിരിക്കുന്നത്. ഞങ്ങൾ DA കൊടുക്കുന്നവരല്ല, പക്ഷേ ഈ വിഷയം ഞങ്ങൾ കൊടുക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളെ തെറി വിളിച്ചോ, ഞങ്ങളെ ചാനലിൽ കയറി പൂട്ടിക്കുമെന്ന് പറയുന്നവരുണ്ട്, തെറി വിളിക്കുന്നവരുണ്ട്, പരാതികൾ പറയുന്നവരുണ്ട്, ഒരുപാട് ടൈപ്പ് ആളുകളുണ്ട്. എല്ലാവർക്കും നമോവാഹം. ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരു ഗഡു കൊടുത്താൽ ബാക്കി ഗഡുകൾ കൊടുക്കണം. ഇതൊരു സിസ്റ്റം ആകുന്നത് വരെ, പ്രത്യേകിച്ച് പങ്കാളിത്ത പെൻഷനും DAയും ലീവ് സറണ്ടറും ഒക്കെ ഒരു വ്യവസ്ഥാപിതമാകുന്നത് വരെ
ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവുക. സുഭാഷിതം ചാനൽ എന്നും ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളോടൊപ്പം തന്നെ സഞ്ചരിക്കും.